students, welcome back to Bosco Campus Vision. In the previous session, we were discussing about the various qualitative and quantitative factors to be analyzed in company analysis. So with this session, we are moving on to the last part of company analysis, that is financial analysis. So in the past, investors relied greatly on the annual earnings per share and return on equity to measure the performance of the company. But now, the investors are aware that these measures alone do not reflect the value of a company's shares. Earnings do not reflect the changes in risk and inflation. Further, they do take account of additional cost of capital invested in the growth process. Hence, alternative methods are used to assess the performance of the company. Financial analysis is the most common analysis the investor carries out. സോ കമ്പനി അനാലിസിസിൽ നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നതാണ്. അപ്പോൾ മുമ്പ് കാലങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് ആനുവൽ ഏർണിങ്സ് പെർ ഷെയറിൻ്റെയും റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെയൊക്കെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ പെർഫോമൻസ് മെഷർ ചെയ്തിരുന്നത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ കറക്റ്റ് വാല്യൂ റിഫ്ലക്റ്റ് ചെയ്തിരുന്നില്ല. റിസ്കിലും ഇൻഫ്ലേഷനിലും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്നും ഈ ഏർണിങ്സ് പെർ ഷെയറും റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒന്നും റിഫ്ലക്റ്റ് ചെയ്യാറില്ല. ജസ്റ്റ് ഒരു കമ്പനിയുടെ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ വാല്യൂസ് മാത്രമായിരിക്കും നമുക്ക് ഡെപിക്റ്റ് ചെയ്ത് കിട്ടുന്നത്. സോ ഇങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പുതിയ കുറച്ച് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് വരുന്നത്. എക്കണോമിക് വാല്യൂ ആഡഡ് മെത്തേഡ്, ഹൈബ്രിഡ് വാല്യുവേഷൻ മോഡൽസ് മെത്തേഡ് ആൻഡ് ദ റിലേറ്റീവ് വാല്യുവേഷൻ മോഡൽസ്, അങ്ങനെ കുറേയധികം മെത്തേഡ് ഉണ്ട്. But financial analysis is the most common analysis that the investor carries out for this purpose. സോ ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത്. ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് എ കമ്പനി ഈസ് ഇറ്റ്സ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദിസ് ഈസ് എ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ ഇവാലുവേറ്റിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസ്പെക്ട്സ് ഇൻ എ കമ്പനീസ് സ്റ്റോക്ക്. It gives the historical and current information about the company's operations. Historical statements help to predict the future, and the current information aids in analyzing the present status of the company. സോ ഫിനാൻഷ്യൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു അനാലിസിസ് ആണ്. ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ആസ് വെൽ ആസ് കറണ്ട് ഇൻഫർമേഷൻ നമുക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴി ലഭിക്കും. ഹിസ്റ്റോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനും കറണ്ട് ഇൻഫർമേഷൻസ് നമുക്ക് കമ്പനിയുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. സോ അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ കമ്പനി ഇൻ ഓർഡർ ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ അനാലിസിസ്. സോ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു കമ്പനിയുടെ രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മെയിനായിട്ടും ഫിനാൻഷ്യൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഗിവ്സ് എ പിക്ചർ ഓഫ് ദ കമ്പനീസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. ദ ബാലൻസ് ഷീറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്, namely the last day of the accounting year. From the balance sheet, the liquidity position of the company can also be assessed with the information on current assets and current liabilities. യെസ്, നമുക്കറിയാം ഒരു കമ്പനിയുടെ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒരു കംപ്ലീറ്റ് പിക്ചർ തരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഫിനാൻഷ്യൽ പൊസിഷൻ മാത്രമല്ല, അതിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനും കൂടി നമുക്ക് ബാലൻസ് ഷീറ്റ് വഴി അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ബാലൻസ് ഷീറ്റ് കമ്പനിയുടെ അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ ഒരു ഇൻഫർമേഷൻ തരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ കമ്പനിയുടെ ഏർണിങ്സിൻ്റെ ഒരു പിക്ചറാണ് തരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മറ്റ് രണ്ട് പേരുകളാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് is also called as an income statement as it reveals the revenue earned, the cost incurred and the resulting profit or loss of the company for one accounting year. And the difference between the income and expenditure represents the profit or loss for the period. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മറ്റ് രണ്ട് പേരുകളാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സോ ഒരു കമ്പനി ആ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്യുന്ന റവന്യൂവും ഇൻകർ ചെയ്യുന്ന കോസ്റ്റും അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റും ലോസും എല്ലാം കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും മറ്റൊരു വ്യത്യാസമാണ് ഇതിൻ്റെ ടൈറ്റിൽസിൽ തന്നെ നമ്മളെ കാണിക്കുന്നത്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് എപ്പോഴും ഫോർ ദ ഇയർ എൻഡിടും ബാലൻസ് ഷീറ്റ് എപ്പോഴും ആസ് ഓൺ ദ ഡേറ്റ് ആണ്. അതായത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻഫോർമേഷൻ ആയിരിക്കും തരുന്നത്. അതേസമയം ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ആ കമ്പനി എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ ടിൽ ഡേറ്റ് വരെയുള്ള ഇൻഫോർമേഷൻസ് ആണ് ബാലൻസ് ഷീറ്റിൽ തരുന്നത്. അതായത് കമ്പനി ഇപ്പോൾ 2015 സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ 2015 മുതൽ 2020 വരെയുള്ള അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ കണക്കുകളാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അതേസമയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 2019-20 ഈ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോർ ദ ഇയർ എൻഡിഡ് എന്നും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആസ് ഓൺ ദ സ്പെസിഫിക് ഡേറ്റ് എന്നും പറയുന്നത്. So an investor should scrutinize the financial statements to find out the manipulations if any, and the auditor's report and the notes to the balance sheet give vital clues to the investor in this regard. So the analysis of financial statements reveals the nature of relationship between the income and expenditure and the sources and application of funds. The investor determines the financial position and the progress of the company through this analysis. The investor is interested in the yield and safety of his capital. He cares about the profitability and the management's policy regarding dividends. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻസ് നമ്മളെ റിവീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പർ അനാലിസിസ് നടത്തിയെങ്കിൽ മാത്രമേ ഇൻകവും എക്സ്പെൻഡിച്ചറും സോഴ്സസും ആപ്ലിക്കേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ സേഫ്റ്റിയിലും ഈൽഡിലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിലും മാനേജ്മെൻറ്റ് പോളിസീസിലും ഒക്കെ കുറച്ച് പ്രാധാന്യം നൽകും. So for all these purposes, an investor can use the following simple analysis, such as comparative financial statements, trend analysis, common size statements, fund flow analysis, cash flow analysis, and ratio analysis. So the first one is comparative financial statement. It provides the balance sheet figures for more than 1 year. The statement provides a time perspective to the balance sheet figures. The annual data are compared with the similar data of the previous years either in absolute terms or in percentage. സോ ആ പേര് പോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. സോ പെർസെൻറ്റേജ് ബേസിസിലോ അല്ലെങ്കിൽ നോർമൽ വാല്യൂ ബേസിസിലോ കമ്പനിയുടെ പ്രസൻറ്റ് ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സും പ്രീവിയസ് ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സും വെച്ചിട്ടൊരു കമ്പാരിസൺ നടത്തും. എന്നിട്ട് അതിനുശേഷമാണ് കമ്പനിയുടെ ചേഞ്ചസ് മനസ്സിലാക്കുന്നത്. Next is common size statement. Common size balance sheet shows the percentage of each asset item to the total assets and each liability item to the total liabilities. Similarly, a common size income statement shows each item of expense as a percentage of net sales. സോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന ഓരോ ഐറ്റംസും അതിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് വരുന്നു എന്ന് കറക്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. So with common size statements, comparison can be made between two different size firms belonging to the same industry and can also be prepared for the same company over the years. സോ ഒരു ഇൻഡസ്ട്രിയുടെ താഴെ വരുന്ന രണ്ട് കമ്പനീസിൻ്റെ കമ്പാരിസൺ നടത്താനും അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ തന്നെ പല വർഷത്തെ കമ്പാരിസൺ നടത്താനും കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ട്രെൻഡ് അനാലിസിസ്. ഹിയർ ദ പെർസെൻറ്റേജസ് ആർ കാൽക്കുലേറ്റഡ് വിത്ത് എ ബേസ് ഇയർ. This provides insight into the growth or decline of the sale or profit over the years. In certain cases, the sales may be increasing or have an increasing trend, but the profits may remain the same. So here the investor has to look into the cost and management efficiency of the company. സോ ഇവിടെ ഒരു കമ്പനിയുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇയർ ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്യും. അതിനുശേഷം ഈ ബേസ് ഇയർ വെച്ചിട്ടായിരിക്കും കമ്പനിയുടെ കറണ്ട് ഇയർ കമ്പയർ ചെയ്യുന്നത്. സോ കമ്പനിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡിക്ലൈൻ ഓവർ ദ ഇയേഴ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ മെയിനായിട്ടും ആ ട്രെൻഡ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഗ്രോത്ത് ആണോ ഡിക്ലൈൻ ആണോ എന്നുള്ളൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രെൻഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫണ്ട് ഫ്ലോ അനാലിസിസ്. ദ ബാലൻസ് ഷീറ്റ് ഗിവ്സ് എ സ്റ്റാറ്റിക് പിക്ചർ ഓഫ് ദ കമ്പനീസ് പൊസിഷൻ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. It does not reveal the changes that have occurred in the financial position of the unit over a period of time. This information is provided in the fund flow statement. It is a statement of the sources and application of funds.
It highlights the changes in the financial condition of a business enterprise between two balance sheet dates. The investor can clearly see the amounts of funds generated or lost in operations. So as we said earlier, ഒരു ബാലൻസ് ഷീറ്റ് ഒരു കമ്പനിയുടെ പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ മാത്രമാണ് റിവീൽ ചെയ്യുന്നത്. അതല്ലാതെ ആ ഒരു പീരീഡിൽ എന്തൊക്കെ ഫണ്ട് ജനറേറ്റ് ചെയ്തു, എത്ര ഫണ്ട് ഓപ്പറേഷൻസിൽ ലോസ് ആയി, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒന്നും ബാലൻസ് ഷീറ്റ് കാണിക്കില്ല. സോ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫണ്ട് ഫ്ലോ അനാലിസിസ് വഴി നമുക്കൊരു കമ്പനിയുടെ രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻസ് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. An investor can see how these funds have been divided into three significant uses such as the taxes, dividend and reserves. Moreover, the application of long-term funds towards the acquisition of current assets can be found out. This will reveal the real picture of the financial position of the company. സോ ഫണ്ട് ഫ്ലോ അനാലിസിസ് വഴി ഏതൊക്കെ ഫണ്ട്സ് എവിടെ നിന്നൊക്കെയാണ് ജനറേറ്റ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഫണ്ട്സ് ഉപയോഗിച്ചത് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ് എന്തെങ്കിലും അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേം ഫണ്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫണ്ട് ഫ്ലോ അനാലിസിസ് വിൽ ഹെൽപ്പ് ടു റിവീൽ ദ റിയൽ പിക്ചർ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. Next is cash flow analysis. The investor is interested in knowing the cash inflow and outflow of the enterprise. The cash flow statement is prepared with the help of balance sheet, the income statement and some additional information. It can be prepared either in the vertical form or in horizontal form. And the statement shows the causes of changes in cash balance between two balance sheet dates. സോ ഒരു കമ്പനിയിലെ ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ 3 ഹെഡ്സ് ആയിട്ട് തിരിച്ചിട്ടാണ് ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. സോ 3ആയിട്ട് തിരിച്ചാണ് ടോട്ടൽ ക്യാഷ് ഫ്ലോസ് കാണിക്കുന്നത്. സോ രണ്ട് ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷ് ബാലൻസിൻ്റെ ചേഞ്ചസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യാഷ് ഫ്ലോ അനാലിസിസ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് എന്ത് കാരണത്താലാണ് ആ ചേഞ്ചസ് വന്നത് എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് നടത്തുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദ ഇൻവെസ്റ്റർ ക്യാൻ റിവ്യൂ ദ ക്യാഷ് മൂവ്മെൻറ്റ്സ് ഓവർ ആൻ ഓപ്പറേറ്റിംഗ് cycle. So in this session we discussed about financial analysis, that is about the financial statements and the various analysis done on it. Hope all are clear with the topic. We have one more analysis, that is ratio analysis. We will look into it in detail in the next session. Thank you.